ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ഏകൻ ലേണിംഗ്. നിങ്ങളെ സ്വന്തം VKV ആണ്. മക്കളെ, എന്തൊക്കെയുണ്ടാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലടാ? മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിത വൈദ്യുതി എന്ന ചാപ്റ്ററിലെ ഒരു കൺസെപ്റ്റ് ആണ്. മറ്റൊന്നുമല്ല, കപ്പാസിറ്റർ. അല്ലെ, എന്താണ് ഈ കപ്പാസിറ്റർ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, വീട്ടിലെ ഫാൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അച്ഛൻ പറയലുണ്ട് അല്ലെ, കപ്പാസിറ്റർ പോയതാണ്, കപ്പാസിറ്റർ മാറ്റണം അല്ലെ. അപ്പൊ എന്താണ് ഈ കപ്പാസിറ്റർ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫിഗർ കാണാലോ അല്ലെ. കപ്പാസിറ്റർ പലതരത്തിലുണ്ട്. ഓക്കെ, ഇതിന്റെ പല അപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാലോ, പല ടൈപ്പിലും അതേപോലെ പല ഷേപ്പിലുണ്ട്, നിങ്ങൾക്ക് കാണാലോ. യെസ്. അപ്പൊ ശരിക്കും ഈ കപ്പാസിറ്റർ എന്താണ്? ഈ കപ്പാസിറ്റർ വെച്ചാൽ ഒന്നുമില്ലടാ. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ ചാർജ് ഇല്ലേ, നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഒക്കെ ഇല്ലേ, ഈ ചാർജുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ എന്താണ് കപ്പാസിറ്റർ? ദ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ് ഇസ് നോൺ ആസ് കപ്പാസിറ്റർ. കേട്ടല്ലോ, വൈദ്യുത ചാർജിന് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ, സംഭരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയാ, കപ്പാസിറ്റർ എന്ന് പറയാം. കേട്ടല്ലോ, മനസ്സിലായില്ലേ? ഇനി ഈ കപ്പാസിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേറ്റ് കാണാലോ, ഒരു പ്ലേറ്റ് കാണാം അല്ലെ. എല്ലാ വസ്തുക്കളിലും ഒന്നുണ്ട്, ചാർജസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. നെഗറ്റീവ് ചാർജസോ 1 2 3 4 5 6. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റ് എന്താണ്, ഈ പ്ലേറ്റ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, ഞാൻ മറ്റേ വേറൊരു പ്ലേറ്റ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. നോക്കിയേ, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ഞാൻ ഇതിന്റെ അടുത്ത് കൊണ്ടുവരുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയടാ, എന്താ ഇവിടെ സംഭവിക്കുക? ശരിക്ക് ഇവിടെ എന്താ സംഭവിക്കുക? ഈ ചാർജസ് എന്താവും, തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ, തമ്മിൽ അറേഞ്ച് ചെയ്യും അല്ലെ. എന്നിട്ട് എന്താ സംഭവിക്കുക? യെസ്, ഈ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജസിന്റെ അടുത്ത് വന്ന് നിൽക്കും അല്ലെ. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ചാർജുകളുടെ സവിശേഷതകൾ പഠിച്ചിട്ടില്ലേ? യെസ്, എന്താ പഠിച്ചത്? അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ അല്ലെ. വിജാതീയ ചാർജുകൾ എന്ത് ചെയ്യൂടാ, തമ്മിൽ ആകർഷിക്കുന്നു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും, ഈ പ്ലേറ്റിന്റെ ഈ സൈഡിൽ വന്ന് നിൽക്കും. മറ്റേ പോസിറ്റീവ് ചാർജസോ ഇതാ ദൂരം പോയിട്ട് നിൽക്കുവാണ്. കണ്ടോ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ പ്ലേറ്റിനെ ഞാൻ എർത്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ, എർത്തിങ് ചെയ്യില്ലേ നമ്മൾ? യെസ്. അപ്പോൾ എർത്തിങ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? എർത്തിങ് ചെയ്യുവാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജസ് ഇല്ലേ, ഈ പോസിറ്റീവ് ചാർജസ് എന്ത് സംഭവിക്കും? ഭൂമിയിലേക്ക് പോവും. കേട്ടോ, ഈ പോസിറ്റീവ് ചാർജസ് ഭൂമിയിലേക്ക് പോവും. ഭൂമിയിലേക്ക് പോയാൽ ഇവിടെ എന്ത് ചാർജ് മാത്രമേ ഉള്ളൂ? ഇവിടെ നെഗറ്റീവ് ചാർജസ് മാത്രമേ ഉണ്ടാവൂ. കേട്ടോ, അപ്പോ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഒരു പ്ലേറ്റിനെ എനിക്ക് എന്താക്കി മാറ്റി, ഞാൻ ഇപ്പോൾ ഇതാ നെഗറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് ആക്കി മാറ്റി. കണ്ടോ, ഇവിടെ പോസിറ്റീവ് ചാർജസ് ഇല്ല, ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാലോ, 6 നെഗറ്റീവ് ചാർജ് കാണാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായത്, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആയി. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റർ ഉണ്ടാക്കുക. കേട്ടോ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ചാർജസിനെ സ്റ്റോർ ചെയ്യുക. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലടാ. അപ്പൊ ഇതേപോലെ മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ലൈവ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോ അങ്ങനെയാണെങ്കിൽ ബൈ, താങ്ക് യു ആൾ.